പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു തിരുവചന ഭാഗത്തിലേക്കാണ് നാം വന്നിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോടൊന്ന് ഒരുപാട് സംസാരിക്കാൻ പോവുക. അതുകൊണ്ട് തീവ്രമായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. റോമാലേഖനം 8-ാം അധ്യായം 1 മുതലുള്ള വചനമാണ്. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ശക്തിയുള്ളൊരു വചനമാണിത്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പാപത്തിന് പരിണിത ഫലമുണ്ട്, പാപത്തിന് അനന്തര ഫലമുണ്ട്. 4 തരം അനന്തര ഫലമുണ്ടാവും. എല്ലാ പാപപ്രവൃത്തികൾക്കും 4 തരം പരിണിത ഫലമുണ്ടെന്ന് കത്തോലിക്കാ തിരുസഭ ദൈവമക്കളെ പഠിപ്പിക്കുന്നു. 1, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, ദൈവബന്ധം മുറിഞ്ഞു പോകും. ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദൈവകൽപ്പനകൾ ലംഘിച്ചപ്പോൾ, തന്നിഷ്ടം പോലെ ജീവിച്ചപ്പോൾ, അവർ ദൈവത്തെ നിന്ദിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ അവിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ദൈവബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. അവർ മരങ്ങൾക്കിടയിൽ പോയി ഒളിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും. 2, പാപത്തിൻ്റെ പരിണിത ഫലം സമൂഹത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ബന്ധങ്ങൾ അകലുക, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവുക. അവിടെ ആദവും ഹവ്വായും തമ്മിൽ പ്രശ്നമാകുക. മുമ്പ് ആദത്തിന് മുമ്പിൽ ഹവ്വായെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ദൈവമായ കർത്താവ് ആദം ദൈവത്തോട് പറയുന്നുണ്ട്, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. അഭിസംബോധന ചെയ്യുന്നത് ശരിക്കും ഹവ്വായെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ അസ്ഥിയുടെ അസ്ഥി, എൻ്റെ മാംസത്തിൻ്റെ മാംസവും. പക്ഷേ ഇവിടെ കാണാൻ പറ്റും, പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ആദം പറയുന്നു മറ്റൊരു വാക്കില്ല, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്നെയും കൊണ്ട് ഈ പാപം ചെയ്യിപ്പിച്ച് ഈ പഴം തന്നു. ഉടനെ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ അകലുക, ഐക്യം നഷ്ടപ്പെട്ടു. പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് വ്യക്തിബന്ധം നഷ്ടപ്പെടുക. ഭാര്യ ഭർത്തൃബന്ധത്തിൽ അവിടെ വിള്ളലുണ്ടാകുന്നത് കാണാൻ പറ്റും. പാപം ചെയ്യുമ്പോഴാണ്. ഏത് തരം പാപം ചെയ്ത് കഴിയുമ്പോഴും ബന്ധങ്ങളിൽ തകർച്ചകൾ വരും, ഉലച്ചിൽ വരും. അത് ഉറപ്പ് കാര്യമാണ്. 3 പരിണിത ഫലം കാണുന്നത് 3 പ്രകൃതിയിൽ നിന്നുള്ള അകൽച്ചയാണ്. പ്രകൃതിയിൽ നിന്നുള്ള അകൽച്ച പാപത്തിൻ്റെ 3 പരിണിത ഫലം പ്രകൃതിയിൽ നിന്നുള്ള അകൽച്ചയാണ്. ഇവിടെ അത് കാണാൻ പറ്റും. അതായത് ഹവ്വായോട് പറയുന്നുണ്ട്, നീ എന്താണ് ചെയ്തതെന്ന് ദൈവമായ കർത്താവ് ചോദിക്കും. അവൻ പറയുന്നുണ്ട്, ഹവ്വ പറയുന്നുണ്ട്, ഈ സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പാപം ചെയ്തു, ഞാൻ പഴം പറിച്ച് കഴിച്ചു. സർപ്പം, പ്രകൃതിയുടെ ഭാഗമായ സർപ്പത്തോടുള്ള അകലം വരികയാണ്. വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ശരിക്കും അതിൻ്റെ 4 പരിണിത ഫലം വരുന്നത് തന്നോട് തന്നെയുള്ള അകൽച്ചയാണ്. അതിനുശേഷമുണ്ടാകുന്നത് അവനോട് തന്നെയുള്ള ഒരു അകൽച്ച സംഭവിക്കുകയാണ്. ആദവും ഹവ്വായും അവർ ഈ പർദീസ വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അകലം വരിക, ബന്ധനം വഴി അവർ ശരിക്കും ബന്ധം നഷ്ടപ്പെടുകയാണ്, പരസ്പരം ബന്ധം നഷ്ടപ്പെടുക. അപ്പം പാപത്തിന് 4 തരം പരിണിത ഫലം. 1, ദൈവബന്ധം നഷ്ടപ്പെടും. 2, സമൂഹം വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടും, നല്ല ബന്ധം നഷ്ടപ്പെടും. 3, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. 4, തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെടും. ഒരു ഐസൊലേഷൻ, ഒറ്റപ്പെടുന്ന അവസ്ഥ. അതാണ് പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് സംഭവിക്കുന്നത്. അതാണ് പാപത്തിൻ്റെ പരിണിത ഫലം. ഇവിടെ ഈ വചനം നമ്മുടെ മുമ്പ് റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വചനം, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ലെന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അതായത് അതിൻ്റെ പറയുകയാണ്, എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. പാപത്തിൻ്റെ പരിണിത ഫലം അല്ലെ പാപത്തിൻ്റെ വേദന മരണമാണ്, വേർപാടാണ് സംഭവിക്കുന്നത്. അത് അവസാനിക്കുക ഒരാൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ, സുവിശേഷത്തോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ, യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് ഏറ്റുപറയുമ്പോൾ, തിരുസഭയിൽ വസിക്കുമ്പോൾ, കൗദാസിക ജീവിതം നയിക്കുമ്പോൾ, ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത് ആ വ്യക്തി ക്രിസ്തുവിനോട് ഐക്യപ്പെടും. ശരിക്കും മാമോദിസയുടെ തന്നെ അർത്ഥം അതാണ്. ഈശോ മിശിഹായുടെ പീഡാസഹനത്തിലും
ഈശോമിശിഹായുടെ കുരിശുമരണത്തിലും ഈശോമിശിഹായുടെ സംസ്കാരത്തിലും പങ്കുചേരുന്ന ഒരു കൂദാശ, ഈശോമിശിഹായുടെ ഉയർപ്പിലും പങ്കുചേരുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം. അങ്ങനെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെല്ലാം തിരിച്ചു വരിക സംഭവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൗദാശിക ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. കുമ്പസാരം കുർബാനയുടെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ പറ്റുക. പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ചെയ്യേണ്ടത് ദൈവബന്ധത്തിലേക്ക് വരിക. വീണ്ടും അവൻ പാപം ചെയ്യാതിരിക്കുക. വീണ്ടും ചെയ്ത്, അതാണ് യോഹന്നാന്റെ അപ്പോസ്തലനോട് പഠിപ്പിക്കുന്നത്, കൂടുതൽ മോശമായത് ഇനി നിന്നിൽ സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പാപം ചെയ്തു കഴിയുമ്പോൾ വീണ്ടും നിനക്ക് തകർച്ചയുണ്ടാകും. തളവാത രോഗിയോട് പറയുക, 38 വർഷം ബെത്സൈദ കുളക്കരയിൽ കടന്നവനോട് പറയുക, കൂടുതൽ മോശമായത് ഇനി നിന്നിൽ സംഭവിക്കാതിരിക്കാൻ, വീണ്ടും നീ തളവാത രോഗിയായി തീരാതിരിക്കാൻ വേണ്ടി നീ ദൈവബന്ധത്തിൽ ഉറച്ചു നിൽക്കുക. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുക. സഭയോടുള്ള ബന്ധത്തിൽ നീ ഉറച്ചു നിൽക്കുക. കൗദാശിക ജീവിതത്തിൽ നീ ഉറച്ചു നിൽക്കുക. നീ ബലിയർപ്പണത്തോട് ഉറച്ചു നിൽക്കുക. കുമ്പസാരം കുർബാനയുടെ ജീവിതം നയിക്കുക. എന്ത് പ്രതിസന്ധി വന്നാലും ആ ഒരു ജീവിതം നീ കളയരുത്. അങ്ങനെ പോകുമ്പോഴാ തിന്മയുടെ ശക്തി നിന്റെ മേൽ വിജയം പ്രാപിക്കുകയല്ല, മറിച്ച് ക്രിസ്തു നിന്നിൽ വിജയം പ്രാപിക്കുക. ഉത്ഥിതനായ കർത്താവ് നിന്നിലൂടെ പ്രവർത്തിക്കുന്നത് നിനക്ക് കാണാനായിട്ട് പറ്റും. അത്ഭുതങ്ങൾ നടക്കും, വിടുതൽ നടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിനോട് ഐക്യപ്പെടുക, അതായിരിക്കണം ഇന്നത്തെ നമ്മുടെ തീരുമാനം. എത്രയോ ചില വ്യക്തികൾ പാപത്തിൽ കഴിയുന്ന വ്യക്തി ഓർമ്മിക്കണം, തകരാൻ പോവുക, തകർച്ചകളാണ്. അത് കൂടുതൽ മോശമായതിന് സംഭവിക്കാൻ പോവുക. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ, അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, ദൈവവിരുദ്ധമായ ജീവിതങ്ങൾ, അവിശ്വാസം, അഹങ്കാരം, ഞാനെന്ന ഭാവം, ഇതൊക്കെ വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ സംഭവിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നീ വളരെ വേഗത്തിൽ സഭയോട് നീ ഐക്യപ്പെടുക, ക്രിസ്തുവിനോട് ഐക്യപ്പെടുക. അങ്ങനെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ പാപത്തിൻ്റെ പരിണിത ഫലം നിന്നിലേക്ക് വരികയില്ല. അതുകൊണ്ടാണ് കൂടെ കുമ്പസാരിക്കണം, കൂടെ പശ്ചാത്തപിക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലണം. പാപിനിയെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി അവൻ്റെ പാദം കഴുകുവാനും അവൻ്റെ മുമ്പിൽ എളിമപ്പെടാനും പശ്ചാത്തപിക്കാനും തയ്യാറാകണം. പാപം ഉപേക്ഷിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ തിരിച്ചു കിട്ടുക. ഇന്ന് പലർക്കും ക്രിസ്തു അനുഭവം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും പാപത്തിൻ്റെ സ്വാധീനമുണ്ട്. ദൈവകൽപ്പനകൾ രഹസ്യമായോ പരസ്യമായോ ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളുണ്ട്. അതെടുത്ത് കളയണം. എന്നിട്ട് എളിമപ്പെട്ട് തമ്പുരാൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനം നിന്നിലുണ്ടാകും. അത്ഭുതങ്ങൾ നിന്നെ സംഭവിക്കും. നീ ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ സാത്താൻ്റെ ശക്തി നിന്നെ ഭരിക്കുകയില്ല. വീണ്ടും വചനം പറയുക, അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ഇവിടെ വെച്ച് പറയുകയാണ്, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി നയിക്കേണ്ട ജീവിതം ആത്മീയ ജീവിതമാണ്, അരൂപിയിലുള്ള ജീവിതം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കണം. ധനത്തിൻ്റെ പിന്നാലെ, പേരിൻ്റെ പിന്നാലെ, പെരുമയുടെ പിന്നാലെ ഓടുമ്പോൾ അവൻ ജഡത്തിൽ കഴിയുന്ന വ്യക്തിയാണ്, ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തിയാണ്. അവൻ്റെ മേൽ പൈശാചിക സ്വാധീനമുണ്ടാകാം, അവൻ്റെ കുടുംബത്തിൽ പൈശാചിക സ്വാധീനമുണ്ടാകാം. ഞാൻ കണ്ടിട്ടുണ്ട് ചില മക്കൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഒത്തിരി ദൈവത്തെ വിളിക്കുന്ന ആളുകൾ, പക്ഷെ ഒരുപാട് തകർച്ചകൾ നേരിടുന്നു. കാരണം എന്താ? അവർ ലൗകികമായ ശൈലിയാണ്. ജഡത്തിൻ്റെ സുഖം, പണം ഉണ്ടാക്കണം, പേരുണ്ടാക്കണം, പെരുമ ഉണ്ടാക്കണം, ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കണം. അതാണ് അവരുടെ മോഹം. അതാണ് ഈ മോഹത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പോകുന്നതും ഒക്കെ എല്ലാ മേഖലയും പോകുന്നതിൻ്റെ പിന്നിൽ ശരിക്കും അവർ അരൂപി നയിക്കപ്പെടാനല്ല, ഈശോയുടെ ഇഷ്ടം നിറവേറ്റാനല്ല, സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ഒരു ഉപകരണമാക്കി എടുക്കുന്ന ആളുകൾ, ദുരുപയോഗിക്കുന്ന ആളുകൾ. ക്രിസ്തുവിനെ ദുരുപയോഗിക്കരുത് മക്കളെ, ഒരിക്കലും ക്രിസ്തുവിനെ ദുരുപയോഗിക്കരുത്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. അവനെ അനുഗമിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണമെന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയാം, അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കണം. അതാണ് ക്രൈസ്തവൻ്റെ ദൈവവിളിയത. അപ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്.
നടക്കും. അവന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്ഭുതത്തിലാണോ വിശ്വസിക്കുന്നത്, ദൈവപരിപാലനാണ് കൂടുതൽ വിശ്വസിക്കേണ്ടത് ചോദിച്ച് ദൈവപരിപാലന. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആസ്വദിക്കുന്നത് ദൈവപരിപാലന. ഓരോ ദിനത്തിലും ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ ഇഷ്ടം പോലെ, നൂറുകണക്കിന് അനുഭവങ്ങൾ. വേദനയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, ഒറ്റപ്പെടുമ്പോൾ, സഹനം ഉണ്ടാകുമ്പോൾ, നിന്ദന ഉണ്ടാകുമ്പോൾ, പരിഹാസം ഉണ്ടാകുമ്പോൾ, അതിൻ്റെ നടുവിലൂടെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോകുന്ന അനുഭവം ഉണ്ടാകും. അതാണ് ക്രൈസ്തവനുണ്ടാകേണ്ട അനുഭവം. അതാണ് ക്രിസ്തു അനുഭവം. ആ അനുഭവത്തിലേക്കാണ് നാം വരേണ്ടത്. പക്ഷേ അങ്ങനെ വരണമെങ്കിൽ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ജഡിക കാര്യങ്ങളിൽ ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവനാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നവനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനുദിനം അറിയാനും അനുഭവിക്കാനും പറ്റുന്നത്. ലോകത്തിനു വേണ്ടി ജീവിക്കുന്നവൻ, ഭൗതിക നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഒരിക്കലും ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. കർത്താവ് കൂടെയുള്ളത് അറിയാൻ പറ്റില്ല, കൂടെ വസിക്കുന്ന ദൈവത്തെ അറിയാൻ പറ്റില്ല. നമുക്കറിയാം, ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ലോകത്തിൻ്റെ അവസാന നിമിഷം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറയുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റണം. ഈശോ 2-3 പേര് എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. പക്ഷെ കാണാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്ന തടസ്സം പാപത്തിൽ കഴിയുന്നൊരു വ്യക്തിക്ക് ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, സ്വന്തമാക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി അസ്വസ്ഥനായിട്ട് കഴിയുക. കാരണം ആ വ്യക്തിയുടെ പ്രശ്നം ജഡത്തിലാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആത്മീയ മക്കളാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മക്കളാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അരൂപിയാൽ നയിക്കപ്പെടേണ്ട ജീവിത വിശുദ്ധിയിലേക്ക് നമ്മൾക്ക് വലിയ ആഗ്രഹം വേണം. ഈശോയോട് പ്രത്യേകമായൊരു താല്പര്യം വേണം. സുവിശേഷത്തോട് പ്രത്യേകമായൊരു താല്പര്യം വേണം. എല്ലാ വസ്തുക്കളെക്കാളും, എല്ലാ വ്യക്തികളെക്കാളും, എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ഈശോയെ സ്നേഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണം. അതാണ് ക്രിസ്തീയ, അതാണ് അരൂപിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ. അവർ ആ നിമിഷം മുതൽ ക്രിസ്തുവിനെ സാക്ഷികളായി തീരുക. ശ്രദ്ധിക്കാറുണ്ട്, 12 അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ആദ്യസഭയുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളുകളുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയൊരു മാറ്റമുണ്ട്. ഭൗതികതയോട് വിട്ട പറഞ്ഞുകൊണ്ട് അവർ ആത്മീയ ജീവിതം നയിക്കാൻ തയ്യാറാകുന്നു. അവർ ദൈവത്തിന് വേണ്ടി പോകുന്നു, സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി പോകുന്നു, സഹനങ്ങൾ എടുക്കുന്നു, എല്ലാം ഉപേക്ഷിക്കുന്നു. അവർ സ്വർഗമാകുന്ന ഓർസലം, കാനാൻ ദേശം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആധ്യാത്മിക ജീവിതം നയിക്കുന്നു. കാരണം ആ ഒരു പ്രേരണ, ആ ഒരു ദൈവികമായ പ്രേരണ, നിത്യജീവന് വേണ്ടിയുള്ള പ്രേരണ കൊടുക്കുന്ന പരിശുദ്ധാത്മാവാ. അവരുടെ ഉള്ളിൽ അരൂപി അവരെ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഈശോയുടെ വഴിയിലൂടെ കൊണ്ടുപോവുക. ഓരോ ക്രൈസ്തവനും ചിന്തിക്കണം, ഞാൻ ഏത് അരൂപിയാലാണ് നയിക്കപ്പെടുന്നത്? ലൗകികതയുടെ അരൂപിയാണോ? ജഡത്തിൻ്റെ അരൂപിയാണോ? ഇപ്പോൾ ഞാൻ ഈശോയിലാണോ വസിക്കുന്നത്? ഓരോ മകനും ധ്യാനിക്കണം, ഞാൻ ആരിലാണോ വസിക്കുന്നത്? ഈശോയിലാണോ? ഈശോയുടെ കൂടെയാണോ ഞാൻ വസിക്കുന്നത്? ഓരോ വ്യക്തി ചിന്തിക്കണം, ഓരോ വ്യക്തി ധ്യാനിക്കണം, ഞാൻ ആരിലാണ് വസിക്കുന്നത്? ഈശോയിലാണോ വസിക്കുന്നത്? ആത്മാവിൽ നിറഞ്ഞ വ്യക്തി. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനെന്നർത്ഥം. പൗലോസ് അപ്പോസ്തലന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, പൗലോസ് ശ്ലീഹായെ എപ്പോഴും അരൂപി നയിക്കുക. ഓരോ സ്ഥലങ്ങളും വേറെ സ്ഥലം പരിശുദ്ധാത്മാവ് നയിക്കുക. നമ്മൾ ചിന്തിക്കണം, നീ അതുപോലെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നുണ്ടോ? ക്രിസ്തുവിനെ നാമം ഏറ്റുപറയുന്ന മകനെ, മകളെ, നീ ചിന്തിച്ചു നോക്കണം. നീ അരൂപിയാൽ നയിക്കപ്പെടുന്നുണ്ടോ? നിന്റെ സകല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നുണ്ടോ? പൗലോസ് അപ്പോസ്തലന്റെ വിളി കിട്ടുന്ന നിമിഷം മുതൽ അവസാനം റോമിൽ കുരിശിൽ തലകീഴായിട്ട് കടന്നുകൊണ്ട് ബലിയർപ്പണം അല്ലെങ്കിൽ രക്തസാക്ഷിയായി തീരുന്ന ആ നിമിഷം വരെയുള്ള മുഴുവൻ ചരിത്രങ്ങളും പഠിക്കുമ്പോൾ കാണാൻ പറ്റും, ഓരോ സെക്കൻഡിലും ദൈവത്തിൻ്റെ അരൂപി ആ മകനെ അത്ഭുതകരമായിട്ട് കൈപിടിച്ച് നടത്തുന്നത് കാണാം. അത്ഭുതകരമായിട്ട് കൈപിടിച്ച് നടത്തുന്നത് കാണാം. ഒരിടത്ത് പോലും പിഴവുണ്ടാകുന്നില്ല, ദൈവം കൈവിടുന്നില്ല. കാരണം എന്താ? തമ്പുരാനെ സമർപ്പിച്ചത്. ദൈവത്തിന് ഒരാൾ തന്നെ സമർപ്പിച്ചാൽ ദൈവം ഒരിക്കലും അവനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. കർത്താവിനെ സ്നേഹിക്കും. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പഴയ നിയമത്തിൽ മോശയ്ക്കുണ്ടായ അതേ അനുഭവം, ഇസ്രായേൽ ജനത്തിനുണ്ടായ അനുഭവം. ദൈവമായ കർത്താവ് പകൽ മേഘത്തിൻ്റെ തണൽ കൊടുക്കുന്നു, രാത്രിയിൽ അഗ്നിസ്തംഭം കൊടുക്കുന്നു. അങ്ങനെ ദൈവം തൻ്റെ സാന്നിധ്യത്തിൻ്റെ തണലിൽ അവരെ പൊന്നുപോലെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. ദൈവകരം കാണാൻ പറ്റും. ഓരോ പ്രവൃത്തി ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമുക്ക് പറ്റിയ പ്രശ്നം എന്താ? നാം പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത് പറയും, പക്ഷേ ലോകത്തിൻ്റെ ആസക്തിയിലും പാപത്തിലേക്ക് പോവുക. തമ്പുരാനെ ഏറ്റു പറയും, പക്ഷെ അതേസമയം പോയിട്ട് 2 തരം ജീവിതം, 2 വള്ളത്തിൽ കാല് വെച്ചുകൊണ്ടുള്ള ജീവിതം.
ഒരേ സമയം കർത്താവിനെ ഏറ്റുപറയും, അതേസമയം പിശാചിനെ ഏറ്റുപറയും, ഒരേ സമയം അരൂപിയെ ഏറ്റുപറയും, അതേസമയം ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ കിടക്കുക, ഒരുപാട് കാര്യങ്ങൾ കിടക്കുക. ഈ രണ്ടും കൂടെ നിൽക്കുന്നത് കൊണ്ട് പൗലോസ് ശ്ലീഹ പറയും, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്നത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആത്മാവിൻ്റെ അഭിലാഷമൊത്ത് ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം വെച്ചാൽ രണ്ട് തരം സ്വഭാവമാണ്. അവൻ ഒരു സമയം നോക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയും, ദേവാലയത്തിലുമ്പോൾ എല്ലാ കാര്യങ്ങളും മുൻപന്തിയില്ല. പക്ഷെ അതിന് പുറത്തിറങ്ങുമ്പോൾ അവൻ ജീവിതം തന്നെ ദേവാലയത്തിന് പുറത്താക്കുകയാണ്, ജീവിതവും ദൈവബന്ധം മുറിക്കുക. പിന്നെ തന്നിഷ്ടം പോലെ തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏതു മാർഗം എടുക്കുന്നത് കാണാൻ പറ്റും. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടുള്ള ജീവിതത്തിനായിട്ട് കൊതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് ആത്മാവ് നമ്മൾ നിറയാൻ പ്രാർത്ഥിക്കട്ടെ. സമ്പൂർണ്ണമായ സമർപ്പണം നടക്കട്ടെ. ക്രിസ്തുവിൻ്റെ ജീവിതം വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. വീണ്ടും വചനം പറയാം, ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. പറയാണ്, ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്കാണ് നയിക്കുന്നത്. ജഡത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ താലോലിക്കാനായിട്ട് നടക്കുന്ന മക്കളോട് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുക, ജഡിക അഭിലാഷങ്ങൾ നയിക്കുന്നത്, ഒരുവനെ നയിക്കുന്നത് മരണത്തിലേക്ക്. പല പാപസുഖങ്ങളെയും താലോലിക്കുന്ന ദൈവമക്കളെ നമ്മളൊക്കെ ഓർമ്മിക്കണം. നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കേണ്ട വിഷയം, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മരണത്തിലേക്കാണോ പോകുന്നത്? ആ ജീവനിലേക്കാണോ പോകുന്നത്? ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്ക് നയിക്കുന്നു. ജീവനിലേക്ക്, സമാധാനത്തിലേക്ക്, ഉയർച്ച, നിത്യജീവനിലേക്ക് കൊണ്ടുപോവുക, സമാധാനത്തിലേക്ക് കൊണ്ടുപോവുക, തമ്പുരാൻ്റെ പക്കലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് നമ്മൾ നയിക്കപ്പെടേണ്ടത് ഓരോ സെക്കൻഡിലും ആത്മാവിലുള്ള ജീവിതം, അരൂപിയിലുള്ള ജീവിതം, അരൂപിയാൽ നയിക്കപ്പെടുന്ന ജീവിതം, അരൂപിയുടെ നിയന്ത്രണത്തിലുള്ള വ്യക്തിയായിട്ട് മാറാൻ തയ്യാറാകുക. അതിനുവേണ്ടി ആഗ്രഹിക്കുക. അതിന് അഭിമാനത്തോടെ പറയാൻ പറ്റണം, ഞാൻ ഈശോയുടെ മകന്, ഈശോയുടെ മകളെ അഭിമാനത്തോടെ പറയാൻ പറ്റും. എവിടെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ, വിശുദ്ധി നിറഞ്ഞ ജീവൻ നയിക്കാൻ, വിശ്വാസത്തിൻ്റെ വക്താവായിട്ട് മാറാൻ, ധൈര്യപൂർവ്വം സഹിക്കാൻ. പീഡനങ്ങൾ, കുരിശുകൾ, അപവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഹല്ലേലൂയ പറയാനുള്ള കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വീണ്ടും വചനം പറയുക, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ജഡിക അഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ പലതവണ പറയുന്ന വാക്കുകൾ ഞാൻ ആരുടെ പ്രീതിയാണ് തേടുന്നത്? മനുഷ്യൻ്റെ പ്രീതിയോ ദൈവത്തിൻ്റെ പ്രീതിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ സന്തതികളാണ് നമ്മളെങ്കിൽ, നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ സന്തതികളാണെങ്കിൽ 100% നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അരൂപിയാൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായിട്ട് നമ്മൾ മാറണം. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എപ്പോഴും ലക്ഷ്യം അതായിരിക്കണം, വേറെ ആരുടെയും പ്രീതിയല്ല. ചിലപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുമ്പോൾ അവഗണിക്കപ്പെടാം, അകറ്റപ്പെടാം, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാം, എല്ലാവരും പഴിചാരുമായിരിക്കും, പല വിധത്തിലുള്ള പരിഹാസ വാക്കുകൾ നാൾത്തോറും കേൾക്കേണ്ടി വരും, എപ്പോഴും കേൾക്കേണ്ടി വരും. പക്ഷേ നീ ക്രിസ്തുവിലായിരുന്നാൽ മതി, ക്രിസ്തുവിനോട് ചേർന്ന്. എന്നെ എല്ലാ വിശുദ്ധരുടെയും ജീവചരിത്രം പഠിച്ചു നോക്കിക്കൊള്ളുക. അവരെല്ലാവരും തന്നെ ഒറ്റപ്പെട്ടവരായിരുന്നു. പലവിധ സാഹചര്യങ്ങൾ വെച്ച് സമൂഹം അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവരൊരുപാട് വേദന തിന്നവരാ, തീ തിന്ന് മുന്നോട്ട് പോയവരാ. അവർ വേദന തിന്നേണ്ടി വന്നത് ഒറ്റ കാരണത്താൽ മാത്രം. അവർ സത്യം, നീതി, വിശ്വാസം, വിശുദ്ധി, വിശ്വസ്തത അവയെ മുറുകെ പിടിച്ചതുകൊണ്ട് മാത്രം അവർ ഒരുപാട് തീ തിന്നേണ്ടി വന്നത്. പക്ഷേ അവസാനം അവരെ ദൈവം മഹത്വപ്പെടുത്തി. അവരുടെ കല്ലറകളെല്ലാം പുണ്യപ്പെട്ട കല്ലറകളായിട്ട് മാറി, സഭയ്ക്ക് മാതൃകളായിട്ട് മാറി, ദൈവജനത്തിന് മാതൃകളായിട്ട് മാറി, വലിയ വഴികാട്ടികളായി മാറി, വഴിവിളക്കുകളായിട്ട് മാറി. അതാണ് വേണ്ടത്. പക്ഷെ അതുണ്ടാകണമെങ്കിൽ സമ്പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുക്കുക. രണ്ട് വള്ളത്തിൽ കാല് വെച്ചുകൊണ്ടുള്ള ജീവിതം, ജഡത്തിൻ്റെ ജീവൻ നയിക്കുന്നു, ആത്മാവിൻ്റെ ജീവൻ നയിക്കുന്നു. ഈ രണ്ടും കൂടെ ഒരുമിച്ച് പോവുക അസാധ്യമാണ്. നേടാവുന്ന നേട്ടങ്ങളെല്ലാം ഉപേക്ഷിക്കുക, ഭൗതികതയെല്ലാം ഉപേക്ഷിക്കുക, ക്രിസ്തുവിനെ അനുഗമിക്കുക. ആ ഒരു അഭിഷേകം വേണ്ടത്. അതാണ് ആത്മാവ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ജഡികനല്ല. അവൻ ആത്മീയ ജീവിതത്തോട് താല്പര്യം, ഈശോയോട് താല്പര്യം, സഭയോട് താല്പര്യം, പരിശുദ്ധ കുർബാനയോട് താല്പര്യം, വിശ്വാസ ജീവിതത്തോട് താല്പര്യം. അവൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ അവന് നാണായിട്ട് തോന്നുന്നില്ല, മാനക്കേടായിട്ട് തോന്നുന്നില്ല. അവൻ സുവിശേഷം പ്രസംഗിക്കുന്ന മാനക്കേടായിട്ട് തോന്നുന്നില്ല. അവൻ ക്രിസ്തുവിനെ ഏറ്റവും ധൈര്യമാണ്. കാരണം അവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവന്, അവൻ അരൂപിയിൽ നയിക്കപ്പെടുന്ന ജീവിതം. ആ ഒരു വലിയ കൃപ, വലിയൊരു അഭിഷേകം നമ്മിലേക്ക് ഒഴുകട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. ആ രൂപി വന്നിട്ട് ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. പുതിയ വ്യക്തിത്വങ്ങളായിട്ട്, പുതിയ അഭിഷേകങ്ങളായിട്ട് നമുക്ക് മാറാം. അതിന് വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ആരാധ്യനായ
അഭിഷേകം തരണം. ആത്മാവിൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വർഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ മേലും സാത്താന്റെ അടിമത്തത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. സാത്താന്റെ അടിമത്തത്തിൽ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെ മോചിപ്പിക്കണം കർത്താവേ. അങ്ങാണ് പ്രവർത്തിക്കുന്നത്. അങ്ങയുടെ കരം ഉയർത്തണം കർത്താവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ഈശോ, തിരുവോസ്വരൂപനായ ഈശോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ കർത്താവിനെ കണ്ടറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ വിശ്വാസം സമർപ്പിക്കട്ടെ, നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ, വേദങ്ങൾ സമർപ്പിക്കട്ടെ, അവിടുന്ന് ആശ്രയിക്കട്ടെ. അവിടുന്ന് വിശ്വസിക്കുന്ന ആരും നിരാശരാവുകയില്ല. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. എളിമയോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാ ബന്ധനം അഴിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള സാത്താന്റെ അടിമത്തെ അവസാനിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അങ്ങ് രാജാതിരാജനായിട്ട് വരണം കർത്താവേ. ഈശോ ഇപ്പൊ തന്നെ വരണം കർത്താവേ. ഞങ്ങളങ്ങ് വിളിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളേക്ക് വിളിക്കുന്നു. കരുണയായിരിക്കണം, ബന്ധനടിക്കണം, കെട്ടടിക്കണം കർത്താവേ. അങ്ങയുടെ കരം നീട്ടണം കർത്താവേ. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ കൊടുക്കണം കർത്താവേ. അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കർത്താവേ. സാധ്യമല്ല നേറ്റ് പറയുന്നു. അങ്ങയുടെ ശക്തി ഞങ്ങൾ ആശ്രയിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. അഭിഷേകം വ്യാപിക്കട്ടെ. എല്ലാ മക്കളേക്കും അഭിഷേകം വ്യാപിക്കട്ടെ. ഈ സമയത്ത് തന്നെ കർത്താവേ പ്രവർത്തിക്കണേ. ദൈവമേ, ഈശോ അഭിഷേകം വ്യാപിക്കട്ടെ. ദൈവമേ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മക്കളും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കൃപ നമുക്ക് സ്വന്തമാക്കാം. നന്ദി ഈശോയെ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന സർവശക്തനെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന.